എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ്. കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഇതുണ്ടാക്കി നോക്കണമെന്ന്. വേറൊന്നുമല്ല, ബിരിയാണി തന്നെയാണ്. അപ്പോൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പോയി ചെമ്മീനൊക്കെ വാങ്ങി വെച്ചു. ചെമ്മീൻ ഞാൻ മഞ്ഞളും മുളകും കുറച്ച് കുരുമുളകും ഉപ്പും ഒക്കെ കൂടി പുരട്ടി ഫ്രിഡ്ജിൽ ഇന്നലെ വെച്ചതാണ്. അപ്പോൾ ഇത് പാന് ചൂടായി അതിലേക്ക് ചെമ്മീനൊന്ന് വറുത്തെടുക്കണം. ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണമെന്ന് കുറേ ആയി ഒന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ ചെമ്മീനെല്ലാം ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. അധികം ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ചെമ്മീൻ്റെ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെമ്മീൻ ഇത് റെഡിയായി. ഞാനത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി അതേ പാനിൽ തന്നെ ഒരു 3 വലിയ ഉള്ളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പാനിൽ കുറച്ച് എണ്ണ കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടൊന്ന് കാണണേ. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഇടയ്ക്ക് ഒന്ന് മൂടി വെച്ചു. മൂടി വെച്ചാൽ പെട്ടെന്ന് തക്കാളി വേവും. അപ്പോൾ അത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കണം. ഗരം മസാല മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഒരു കൈ നിറയെ മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ മസാലയൊക്കെ റെഡിയായി. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചോറ് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചതായിരുന്നു. അപ്പം ഞാനിതാ ബിരിയാണി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ചോറിൻ്റെ മേലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് ഒരു 10-15 മിനിറ്റ് നേരം ഒന്നുകൂടി അടുപ്പത്ത് വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണിയെല്ലാം റെഡിയായി. ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. അപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായി വന്നിട്ടുണ്ട്. വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും ഒന്ന് കാണണേ.